മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് കോൺഗ്രസിനകത്ത് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. അത്തരമൊരു വാർത്ത ഇന്നൊരു മാധ്യമ സ്ഥാപനം പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂസ് മലയാളം എന്ന മാധ്യമ സ്ഥാപനമാണ് അത്തരമൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബലം വന്നതിന് പിന്നാലെ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഈ സ്ഥാപനം പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്നത് ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയുടെ ഒരു റിപ്പോർട്ട് AICC നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സണ്ണിയെ മാറ്റും, അല്ലെങ്കിൽ സണ്ണി വക്കീലിനെ മാറ്റും എന്നാണ് പറയുന്നത്. എന്താണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്നത് സംബന്ധിച്ചും ആ വാർത്തയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സണ്ണി ജോസഫ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് KPCC നേതൃത്വം, KPCCയുടെ മൊത്തം അല്ലെങ്കിൽ സംസ്ഥാനത്ത് മൊത്തം നിറഞ്ഞു നിൽക്കേണ്ട ഒരു നേതൃത്വമായിരുന്നു KPCCയുടേത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം ഒരു നീക്കം KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്, സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ സ്ഥാനാർത്ഥികൾക്കും ഫണ്ട് കൈമാറാറുണ്ട് KPCC അല്ലെങ്കിൽ AICC. അത് KPCC ത്രൂ ആണ് കൈമാറുന്നത്. അത്തരത്തിലുള്ള ഫണ്ട് ഡിസ്ട്രിബ്യൂഷനകത്ത് വലിയ വീഴ്ച വരുത്തി എന്നാണ് പറയുന്നത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇലക്ഷന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പകുതിയിൽ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം KPCCയുടെ പ്രസിഡന്റ് ഒരു നോട്ടീസിന് പുറകിൽ എഴുതി കൊണ്ടുവന്ന് 5 കോടി ഇത്ര രൂപ ഞങ്ങൾക്ക് കിട്ടി, ഇത്ര രൂപ ചെലവായി, ഇത്ര രൂപ അധികം എടുത്തിട്ടാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയ വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണക്ക് അവതരിപ്പിച്ചിരുന്നു. ആ കണക്ക് അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ ദോഷമായി എന്നൊരു കണ്ടെത്തൽ കൂടി ആ റിപ്പോർട്ടിനകത്തുണ്ട്. എന്തായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പുതിയ പ്രസിഡന്റ് വന്നേക്കും എന്നാണ് പറയുന്നത്. ഈ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സണ്ണി ജോസഫ് പ്രസിഡന്റായി വരുന്നോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ പലരും പറഞ്ഞിരുന്നു. കാരണം കണ്ണൂരിലെ ഒരു മലയോര പ്രദേശത്ത് നിന്ന് വരുന്നു, ക്രൈസ്തവ സഭകളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആള് എന്ന് അവകാശപ്പെടുന്നു, സുധാകരനും VD സതീശനും ഒരേപോലെ താല്പര്യമുള്ള ആള് എന്നറിയപ്പെടുന്നു, വളരെ കാര്യങ്ങൾ പഠിച്ചു മാത്രം പറയുന്ന ആള് എന്ന അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഒരു വർഷത്തിൽ താഴെ മാത്രമാണോ അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് പദവിയിലെ ആയുസ് എന്ന കാര്യത്തിനകത്താണ് ഇപ്പോൾ ഒരു ആശങ്കയുണ്ടാക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്ത പുറത്തുവിട്ടുള്ള ന്യൂസ് മലയാളം എന്ന മാധ്യമ സ്ഥാപനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെയോ ആഴ്ചകളുടെയോ ഫലമായിക്കൊണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളുടെ കണക്കെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് AICC നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനകത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത്, കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതിനകത്ത് വലിയ ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ കലങ്ങി മറിയലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി 3 പേർ മത്സരിക്കുമ്പോൾ ഇനി അടുത്തത് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി ആരൊക്കെ മത്സരിക്കും എന്നാണ് അറിയാത്തത്. മുഖ്യമന്ത്രിയാവാൻ മത്സരിക്കുമ്പോഴും മെയ് 4 എന്ന ക്രൂഷ്യൽ ഡേറ്റ് മറന്നുകൊണ്ടാണ് അവരുടെ ആഘോഷം. എന്തായാലും മെയ് 4 ശേഷം കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ, വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകും എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ഈ വാർത്ത കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വന്നിട്ടില്ല എന്നും ശ്രദ്ധേയമാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സുധാകരൻ ഒരു സമയത്ത് സണ്ണി ജോസഫിന്റെ മെൻഡറായിട്ടോ അല്ലെങ്കിൽ സണ്ണി ജോസഫ് സുധാകരന്റെ പിൻഗാമിയായിട്ട്, അത് കണ്ണൂർ DCCയിലാണെങ്കിലും KPCCയിലാണെങ്കിലും സുധാകരന്റെ പിൻഗാമിയായിട്ടാണ് സണ്ണി ജോസഫ് വന്നിരുന്നത്. എന്നാൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി. അതായത് സുധാകരൻ ദിവസങ്ങളോളം ഡൽഹിയിൽ തമ്പടിച്ചുകൊണ്ട് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ അതിന് വേണ്ടത്ര പിന്തുണ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നോ മറ്റ് കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. സണ്ണി ജോസഫ് തന്നെ ചതിച്ചു എന്നൊരു വികാരം ഈ സുധാകരൻ തന്റെ വേണ്ടപ്പെട്ട പലരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു വേള പേരാവൂരിൽ ഇത്തരത്തിൽ സണ്ണി ജോസഫ് ഒരു അട്ടിമറി പോലും പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്നു. കാരണം സുധാകരനുമായി ബന്ധപ്പെട്ട സുധാകരൻ അനുകൂലികൾ എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിനകത്ത് വലിയ ആശങ്ക സണ്ണി വക്കീലിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് സുധാകരന്റെ വീട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധാകരന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു എതിർപ്പുണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം, ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പാണ് MK രാഘവൻ MP ഇത്തരത്തിൽ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ വിമർശനം ഈ പറയുന്ന KPCC നേതൃത്വത്തിനെതിരെ ഉയർത്തിയത്. അതിൽ MK രാഘവൻ പറഞ്ഞിരുന്നത് തോൽക്കുന്ന സീറ്റ് മത്സരിക്കാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. തോൽക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ തോറ്റ് കിടക്കുന്ന സീറ്റ്, അതായത് പുതിയതായി മത്സരിച്ച് പിടിച്ചെടുക്കേണ്ട ഒരു സീറ്റ് തയ്യാറായിക്കോളെ. അങ്ങനെ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കാൻ തയ്യാറായ വ്യക്തിയായിരുന്നു MK രാഘവൻ.
അതിനുവേണ്ടി അത്തരത്തിൽ നീക്കം നടത്തിക്കൊള്ളാൻ പറഞ്ഞത് സണ്ണി ജോസഫ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചകളിലെല്ലാം അത് കളം മാറി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരെല്ലാം പിന്നിൽ നിന്ന് കുത്തി എന്നാണ് MK രാഘവനും പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ വളരെ രസകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് നാടകങ്ങൾ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടി വരികയാണെങ്കിൽ അതൊരു ഇരട്ട പ്രഹരമായിരിക്കും കോൺഗ്രസിന്. കാരണം ബലം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ നടക്കുന്നവർ ബലം വന്നു കഴിഞ്ഞാൽ KPCC പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടത്തേണ്ടി വരുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കോൺഗ്രസിനകത്തെ ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. നന്ദി.